ഗൈസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ഭയങ്കര ടാസ്ക് ആണ്. എടാ ഇതെന്ത് പറയടാ, ഇവന്മാർ ഒരുമിച്ച് എന്റെ കാലിന്റെ ഇടയ്ക്കായി പോയി. ഞാൻ സാമാനത്തിന്റെ ഇടയ്ക്കോട്ടും അവിടെ തന്നെ എന്നെ കോരി എങ്ങെടുത്ത് പുണ്ടച്ചു. എടാ എടാ ഞാൻ അവിടെ വന്നിട്ട് സ്പേസ് എത്തിയതാ. അത് ഫസ്റ്റ് ചാട്ടം എത്തിയതാണല്ലോ. അളിയാ തിരിയാത്ത എന്താ അളിയാ. എന്റെ ആളിയാ വെറുത്ത് ജീവിതം വെറുത്തൊരു ഇതിനകത്ത് ഞാൻ എന്റെ അളിയാ പേടിച്ച് മുള്ളിപ്പോയി ഞാൻ. ഗൈസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ഭയങ്കര ടാസ്ക് ആണ്. സീരിയസ് ആയിട്ട് കളിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിന്റെ ലൈറ്റ് കൺട്രോൾസ് ഭയങ്കര പാടാ. ദാറ്റ്സ് എ കൺട്രോളർ റേസ് ചെയ്യുന്ന കൺട്രോളർ റേസ് ചെയ്യാണ് ശരിയാ. ഇങ്ങനത്തെ കളികൾക്ക് കൺട്രോളർ റേസ്. തിരിഞ്ഞില്ല പറ. ഇല്ല കിട്ടി എടാ ഇതെന്ത് പറയടാ. പോയതല്ലേ ഇനിച്ചേ ചതി ചതി ചതി. കീബോർഡ് ഇത് തിരിയത്തില്ലടാ, അത് തിരിയുന്നില്ലടാ. അവനെ മൈൻഡ് ചെയ്യാതെ നേരെ പോയാൽ മതിയല്ലേ. മറ്റവനെ ലാസ്റ്റ് വരുമ്പോൾ നോക്കാം, അതാണ് നല്ലത്. കൺട്രോളർ യൂസ് ചെയ്യില്ലടാ. എൻ്റെ കൺട്രോളർ ഇല്ല ബ്രോ. എൻ്റെ കൺട്രോളർ എൻ്റെ PS കൺട്രോളർ മാത്രമേ ഉള്ളൂ. ചേട്ടാ ലൈറ്റ് കൊണ്ട് നമുക്ക് ചുറ്റാൻ പറ്റുമോ? ഇല്ലടാ, അതല്ലേ പ്രശ്നം. മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണമെങ്കിൽ ഇതില്
കീബോർഡിൽ മറ്റേ ഇതിനകത്ത് തിരിക്കാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് സൈഡാ? ആ ആരോ ബട്ടണില്. ഇത് PS കൺട്രോളർ സെറ്റ് ആക്കാമല്ലേ? എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ എന്റെ PS കൺട്രോളർ ഉണ്ട്. എടാ ഒരു വട്ടം അടിച്ചിട്ട് രണ്ടാമത് ഡിസ്റ്റൻസ് ഇടണോടാ, അതാണ് പ്രശ്നം. ഉണ്ട് കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പുറകെ പോവാം. കുറച്ച് ബ്രോ മുകളിലോട്ടാ അടിക്കണേ ഗൈസ്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ എന്റെ ലെഫ്റ്റ് റൈറ്റും കീബോർഡ് എനിക്ക് ഒരുമിച്ച് യൂസ് ചെയ്യണം. ഇവന്മാർ ഒരുമിച്ച് എന്റെ കാലിന്റെ ഇടയ്ക്കായി പോയി. ഞാൻ സാമാനത്തിന്റെ ഇടയ്ക്കോട്ടും ഉണ്ണറ്റോ അവിടെ തന്നെ എന്നെ കോരി എങ്ങെടുത്ത് പുണ്ടച്ചു. അയ്യോ ഫസ്റ്റ് ലെഫ്റ്റ് ദെൻ റൈറ്റ് ആൻഡ് സ്ട്രൈറ്റ് ഇങ്ങനെ ചെയ്യൂ. ലെഫ്റ്റ് ടോർച്ച് അടിക്കുക ഫസ്റ്റ്. ഓക്കെ അയ്യോ ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയേ. ഞാൻ ഇത് ആ ചിൽ മൂഡ് മാറിയിട്ട് ഞാൻ ഇത് മറ്റേ ടാസ്ക് തീർക്കണമെന്നുള്ള മൈൻഡിലായി. ഭയങ്കര കൺഫ്യൂഷൻ വരുന്നു എനിക്ക്. എനിക്ക് ക്യാമറ കാണത്തില്ല ഗൈസ്. ഇതൊരു ഇങ്ങനത്തെ ഗെയിമാണ്. എനിക്ക് ഭയങ്കര ക്യാമറ എനിക്ക് കാണുന്നില്ല. എനിക്ക് എങ്ങോട്ടാ അത് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. അത് എങ്ങോട്ടാ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതാ പ്രശ്നം. അതെ അതൊരു വൃത്തികെട്ട ആംഗിളിലാണ് ഇത് ഇരിക്കുന്നത്. ഇത് രണ്ടും കുറച്ചുകൂടി സ്ലോ ആണ്. ഇത് വെച്ചാൽ എന്താടാ ഒന്നുകൂടെ ലൈറ്റ് ഹിറ്റ് ചെയ്തടാ, അതുകൊണ്ടാണ് വീണ്ടും ഇതായത്. അയ്യോ ലൈറ്റ് ഒന്ന് പ്രാക്ടീസ് ഒരു മിനിറ്റ്. അല്ല ലൈറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ അല്ല, ലൈറ്റ് എനിക്ക് മനസ്സിലായി ബ്രോ എങ്ങനെയാണെന്ന്. ഇത് കണ്ട ഈ സാധനമാണ് കൺട്രോൾ ചെയ്യാൻ പാട്. ഇത്
ഞാൻ എടുത്തോളാം. ചില. പറ്റും. കോർണറിൽ PSOന്റെ കൺട്രോളർ എങ്ങനെയാ കോച്ച് ഇതിനകത്ത് കണക്ട് ചെയ്യണേ? കണക്ട് ചെയ്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് സ്ട്രീമിൽ വന്നിട്ട് കൺട്രോളർ ഓൺ ആക്കണം. സ്കൈയേ താഴെ എടാ ഞാൻ അവിടെ വന്നിട്ട് സ്പേസ് ചില്ലായിട്ട് ഒരു റെസ്റ്റ് എടുത്ത് കളിക്കും. അവിടെ ചെല്ലുമ്പോ കാണത്തില്ലടാ ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നില്ല. അതല്ലേ പ്രശ്നം. ഡയറക്ഷനിൽ ചാടാനും പറ്റുന്നില്ലല്ലേ? ആ ഡയറക്ഷനിൽ എനിക്ക് ക്യാരക്ടറിനെ കാണുന്നില്ല. ഇവന്മാരുടെ കാലുണ്ട്, അതാ പ്രശ്നം. എന്റെ കയ്യിൽ നിന്ന് ടോർച്ച് ഓഫായി. ടോർച്ച് ഓഫ് ചെയ്തിട്ട് ചാടണം തോന്നുന്നു. അവിടെ ചെല്ലുമ്പോ ടോർച്ച് ഓഫും ചെയ്യണം, അതാ പ്രശ്നം. ഗൈസ് കൺട്രോളർ വേണ്ട ഗൈസ്. ഇല്ല, ഇത്ര നേരം ഇത് കളിച്ചല്ലേ. ഞാൻ ഇതൊരു ചലഞ്ചായിട്ട് എടുക്കുക പ്ലീസ്. എനിക്ക് കൺട്രോളർ കളിച്ച് ഒട്ടും പരിചയമില്ല. സത്യമായിട്ടും എനിക്ക് കൺട്രോളർ കളിച്ച് ഒട്ടും പരിചയമില്ല. ഒരു സെക്കൻഡ് ഓഫ് ആക്കുമ്പോൾ ചാടും വേണം. ഫസ്റ്റ് ചാട്ടം എത്തിയതാണല്ലോ. എടാ ചാടുക മാത്രം പോരാ, അന്നേരം മൗസിൽ ഞെക്കുകയും വേണം. അതാണ് അടുത്ത പ്രശ്നം. കൈ എടുത്ത് ഞാൻ മൗസിൽ ഞെക്കി, മൗസ് ബട്ടണിൽ ഞെക്കിയാലേ അത് ഗ്രാബ് ആവുള്ളൂ. ഇത് നല്ല ടാസ്കാ, ഇത് ഈസി അല്ല. ഓൾമോസ്റ്റ്
വെരി വെരി ക്ലോസ്. സത്യം. എന്ത് പറയാനല്ല, കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണോടാ. സത്യം. ചേട്ടാ ഇവരെല്ലാരും ഒരേ ലൈനിൽ കൊണ്ടുവരാൻ പറ്റുമോ? അവിടെ നിന്ന് കളിക്കുന്നത് കുറച്ച് ടാസ്ക് ആണോടാ. അല്ല, ഈ ഫസ്റ്റ് ലെഫ്റ്റിൽ ഒരുത്തനല്ലേ, അവനെയും റൈറ്റ് സൈഡും ഒരേ ലൈനിൽ ഇങ്ങനെ ഡിസ്റ്റൻസ് മെയിൻ ചെയ്ത് പിടിച്ചു. ചെയ്യാൻ പറ്റില്ല. ഇതെന്താ അളിയാ തിരിയാത്ത, എന്താ അളിയാ? പറ്റും. Come on, let's go. പറ്റും. Bingo. അത്രേ ഉള്ളൂ. എന്റെ അമ്മോ, അയ്യോ. ഓ, ഒരിത് ഫുള്ള് തീർന്നു. അവന്റെ നേരെ വിട്ട് വലിപ്പിച്ചു. കാണ്ടി മയില്. എന്തൊക്കെയാണ് സംഭവിക്കണേ? ഈ എന്റെ ആളെയാ വെറുത്ത്, ജീവിതം വെറുത്തൊരു ഇതിനകത്ത് ഞാൻ. ഒരു ലെവലിൽ ഈ ഗെയിം എന്നെ ജീവിതം ഉറപ്പിച്ചു. നിങ്ങൾക്ക് ഞാൻ ഇനിയൊരു കാര്യം സമാധാനത്തോടെ പറഞ്ഞുതരാം. ടോർച്ച് കയ്യിലുണ്ടെങ്കിൽ ഗ്രാബ് ചെയ്യാൻ പറ്റൂല. ഒരേ സമയം ഞാൻ ടോർച്ചിന്റെ ഡയറക്ഷൻ തിരിക്കണം, ക്യാരക്ടറിന്റെ ഡയറക്ഷൻ തിരിക്കണം, ആ സെയിം സൈഡിൽ ടോർച്ച് എടുത്ത് അകത്ത് വെക്കണം, മൗസിൽ തിരിച്ച് എന്റെ റൈറ്റ് ഹാൻഡ് മൗസിൽ കൊണ്ടുവരണം, മൗസ് എടുത്ത് അതിൽ പിടിക്കണം ടൈമിങ്ങിൽ, എന്നാലേ പറ്റുള്ളൂ. മനസ്സിലായ? അങ്ങനെയാണ് അതിന്റെ കൈ മൗസിന്റെ അവിടെ പോകുമ്പോ ക്യാരക്ടർ ഡയറക്ഷൻ ഉണ്ടാവില്ല. എന്റെ അമ്മോ, സ്കൈ ഒന്ന് തരുമോ? സ്കൈ ആ. മയില്. അത് നിങ്ങൾക്ക് എത്രത്തോളം എനിക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ, ഇതെന്താ ഗ്രാബ് ചെയ്യാത്തേ? പേടിച്ച് മുള്ളിപ്പോയി ഞാൻ. ഇതൊക്കെ സംഭവം വരുന്നത്. മൂത്രമോ സത്യം. അറ്റാക്ക് വന്നത്, അറ്റാക്ക്. സൗണ്ട് ഒന്ന് വരുമോ പ്ലീസ്? അത് പറയും. പറന്നൊക്കെ വരുന്ന സാധനങ്ങൾ. ഇത് എങ്ങോട്ട് പോണം? അവിടെ ഡോർ ഉണ്ടല്ലോ റൈറ്റ് സൈഡ്. ടോർച്ച് യൂസ് ചെയ്യ്.
ഇവിടെ ടോർച്ച് വേണോ? ആ ചാടി വരുന്നതിനായിരിക്കും കുറച്ച് പേര്. ആ ഇപ്പഴല്ല, കൈ വരുന്നല്ല, ചാടി വരുമ്പോ. ആ ഡോൾസിനായിരിക്കും ടോർച്ച് വർക്ക് ചെയ്യുന്നത്. ഇത്രയും സാധനം ചെയ്യണം അവിടെ. നമ്മളിപ്പോ പറഞ്ഞു തീർത്തതിന്റെ എക്സ്ട്രീം ലെവൽ സ്റ്റേജ് 2. മനസ്സിലായ? ക്യാമറ അങ്ങോട്ട് അങ്ങനെ തിരിച്ചുകൊണ്ട് പോകണമായിരുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല, കിട്ടി കിട്ടി കിട്ടി, ചില 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 ചില. ആ സമയത്ത് ഞാൻ ഈ ക്ലോസിലുള്ളതിനെ മാത്രം നോക്കിയാൽ മതി, മറ്റവരെ നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഫ്യൂസ് എടുക്കാൻ എന്തൊക്കെ ചെയ്യണം, സത്യമല്ലേ? എന്താളാ ഇങ്ങനെ? ഈസി ആയിട്ട് പാസ്സാവുന്നതാണ്, ഇപ്പൊ പാസ്സായില്ല. അയ്യോ, കമോ.
കുഴപ്പമില്ല ചേട്ടാ. ചിൽ. 1 minute റിലാക്സ് ബ്രേക്ക് എണ്ണം. ഇത് ഇവിടെ ചേരാം. എടാ ഈ ഈസി ആയിട്ട് ഞാൻ പാസ് ആവണമെന്ന് എങ്ങനെയാണടാ? CBSE വേണമാണോ? ഇതൊക്കെ ആരാടേ? എന്താ ചാറ്റില്? റോങ് സിലബസ്. അയ്യോ ചെറുതായിട്ട് കുഴപ്പമില്ല ചേട്ടാ, കുഴപ്പമില്ല. ചാറ്റിൽ വേറെ അടിയാന്ന് തോന്നുന്നു. എന്താണ് ഗൈസ്, ചില്ല ഔട്ട് ആവും എല്ലാരും. കറക്റ്റ് മൂവ് ആയിരുന്നത്. സത്യം. ബാക്കി എല്ലാവരും നല്ല ഡിസ്റ്റൻസിലായിരുന്നു. എനിക്ക് അവളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു ലിറ്ററലി. എടാ അതെങ്ങനാടാ അത്? ജസ്റ്റ് ടോർച്ചിന് ഒടുക്കത്തെ സെൻസിറ്റിവിറ്റിയാ ഗൈസ്. തൊട്ടാ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് മാറും. അയ്യോ എടാ അത് കണ്ടോടാ, അത് എന്താടാ ഭയങ്കര ചാടി ഇടിച്ചത്. ഗൈസ് ഞാൻ ഇന്നത്തേക്ക് നിർത്തിക്കോട്ടെ. എനിക്ക് രാവിലെ ഒരു സ്ഥലത്ത് വരെ പോകാൻ വേണം. 2 മണിയാവുന്നു. ഒരുമാതിരി എൻ്റെ ഇത് കയ്യിൽ നിന്ന് പോയി. നമുക്ക് ചില്ലൗട്ടായിട്ട് അടുത്ത
ദിവസം തുടങ്ങാം. ഇപ്പൊ ഒരു 50% ആയിട്ടുണ്ടാവൂലടാ. അറൗണ്ട് ഉണ്ടാവും. യെസ് 50 ഉണ്ടാവും. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം നാളെ. അല്ലെങ്കിൽ നാളത്തെ വൈകുന്നേരത്തെ ലൈവ് നടക്കൂല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്. നമുക്ക് നിർത്താം കേസ്, ഇവിടെ നിർത്താം. 48% ആയിട്ടുണ്ടാവും. ഓക്കെ നമുക്ക് ഇവിടെ നിർത്താം കേസ്. നാളെ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. എന്താകുമ്പോൾ നാളെ വരുന്ന എനർജിയിലേക്ക് തുടങ്ങി ഇതാക്കാം കേസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്നാലും ഒരു കംപ്ലീറ്റ് ഫീൽ കിട്ടിയില്ല.